ഹലോ ഹായ് നികിത റവിലാണ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നിപ്പം വാവൻ്റെ റയാൻ്റെ ഫസ്റ്റ് ഡേ ആണ് പ്രീ സ്കൂളിൽ. നാട്ടിലാകുമ്പം അംഗനവാടിയിൽ കുറച്ച് ദിവസം വിട്ടിരുന്നു, പക്ഷെ അതും ഒരു എല്ലാത്തിലും ബ്രേക്ക് ആയിരുന്നു. അപ്പം ഇന്നിപ്പം ഞാനിവിടെ നമ്മളിവിടെ ചേർത്ത് ഇന്നലെ പോയി അഡ്മിഷൻ എടുത്ത് ഇന്നിപ്പോൾ കൊണ്ടാക്കി വന്നതാണ്. എന്താ പറയാ, കരച്ചിലാണ്, ഭയങ്കര കരച്ചില്. പക്ഷെ നാട്ടിൽ അംഗനവാടി പോകുമ്പോഴും കരച്ചിലായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയും നല്ല ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. വരുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇന്ന് പോയപ്പോഴും. പക്ഷെ ഇവിടുന്ന് ടീച്ചർ ഇതേപോലെ തന്നെ പറഞ്ഞു, എന്താണ് കുഴപ്പമൊന്നുമില്ല, കരയും, എന്തായാലും ചിലപ്പോൾ കരയും, കരഞ്ഞാലും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ പോയിക്കോളും, ഞങ്ങളത് നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ക്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കയറിയൊക്കെ നോക്കിയൊക്കെ വന്നതാണ്. അവിടെ മോനെ കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചിൽ. അവിടെ എത്തിയപ്പോൾ അവർ വേഗം അവനെ കൊണ്ടുപോയി ഡോറടിച്ച്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കണ്ട, വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം ഡോറിൻ്റെ പുറത്ത് ഞാൻ നിന്നു, പിന്നെ തിരിച്ചുകൊണ്ട് പോന്നു. പിന്നെ പോന്നിട്ട് ഒരു വിഷമമുണ്ട്. പിന്നെ ഇവിടെ വന്നേരെ മോനിതുപോലെ പുറത്തൊന്നും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും മൊബൈൽ നോക്കുമ്പോൾ മാം എന്താണ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ വീഡിയോ. അപ്പോൾ അവൻ ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല, കരയുന്നൊന്നുമില്ല. അത് കാണിക്കാനും നമ്മൾ അവൻ്റെ ഒരു ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരത് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിച്ചത് എന്താ, നമ്മളെ ക്ലേ ഉണ്ടല്ലോ, ക്ലേനെ കൊണ്ട് ഓരോ മോഡൽസ് ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോ ഷേപ്സ്, ഈ അനിമൽസിൻ്റെ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അതൊക്കെ കാണിച്ചു തന്നു. അത് വീഡിയോ അയച്ചിരുന്നു. ഇനി ഇപ്പം നോക്കുമ്പോൾ എന്താ പറയുക, എന്തോ ആ ഒരു സോങ് ഒക്കെ ഇട്ടിട്ട് കുട്ടികളെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അത്രയും ടൈം കുറവാണ്, 10 മണി മുതൽ 1 മണി വരെയുള്ളൂ. അത്രയും സമയം കുറച്ച് ഇവിടെ ഞാൻ ഫ്രീ ആണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കൂട്ടാൻ പോകണം. പിന്നെന്താ, ഇന്നലെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ വാവക്ക്, ഞാൻ കാണിച്ചു തരാം. ഇന്നലെ വാങ്ങിയ ബോട്ടിൽ എന്താ പറയുക, നമ്മൾ വാങ്ങിച്ചു. അത് ഇവിടെ വന്ന് അപ്പം ബോട്ടിൽ വാങ്ങി, സ്നാക്സ് ബോക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ വാങ്ങി വന്ന ഉടനെ ഇവിടുന്ന് അതിൽ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ്, അപ്പം അതിൽ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത്. ബാറ്റ്മാനാ. ഇന്നലെ അവിടെ നിന്ന് ഇത് കണ്ടപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ വേറൊന്ന് കണ്ടപ്പം സ്പൈഡർമാൻ്റെ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി കൊണ്ടുവന്ന് ഇവിടുന്ന് വന്ന് സിപ്പ് ചെയ്ത് നോക്കുമ്പോൾ കുട്ടിക്ക് വെള്ളം കിട്ടുന്നില്ല, അതൊന്നും സിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്കും പറ്റുന്നില്ല. അവന് ഇന്നിപ്പം വേറെ ബോട്ടിൽ കൊടുത്തയച്ചു. അപ്പോൾ തിരിച്ച് നമ്മൾ ആ ബോട്ടിൽ ആ ഷോപ്പിൽ കൊടുത്തിട്ട് ഇത് വാങ്ങി വന്നു. ഒരു BPA ഫ്രീ ഒക്കെയാണ് കേട്ടോ, BPA ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ബോട്ടിലാണ്, 450 ml ആണ്, 300 റുപ്പീസാണ് കേട്ടോ അതിന്. ഇങ്ങനെ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇവിടെ പ്രസ് ചെയ്താൽ ഇങ്ങനെ തുറക്കാം, ഇതിലെ ഇങ്ങനെ സിപ്പ് ചെയ്യാം. 450 ml നല്ല ഭംഗിയുണ്ട്, സേഫാണ്, BPA ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിൽ വെള്ളം കുറച്ചുണ്ട് കേട്ടോ. ഞാനിവിടെ വന്ന പാടെ ഇന്നലത്തെ പോലെ അതൊക്കെ എന്താ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വന്നത് ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് ഞാൻ സിപ്പ് ചെയ്ത് കുടിച്ചു. അപ്പോൾ ഓക്കെയാണ്. മോനൊന്ന് കാണിക്കാത്ത, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കരച്ചിലും പൊഴിച്ചിലൊക്കെ ആയിരുന്നു പോകുമ്പോൾ, അതുകൊണ്ട് തന്നെ അവനെ കാണിക്കാനൊന്നും പറ്റില്ല. കൂട്ടാൻ പോകുമ്പോൾ നോക്കാം, വീഡിയോ എടുക്കാൻ പറ്റുമോ. പക്ഷെ പൊട്ടപ്പൊരു വെയിലായിരിക്കും. എങ്ങനെയാവും പോകുമ്പം ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ പോയി.
തിരിച്ചു കഴിഞ്ഞിപ്പോൾ ഞാൻ നടന്നു പോകേണ്ടി വരും. ഇവിടെ അടുത്താണ്, എന്നാലും ഭയങ്കര വെയിലവിടെ. വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. ഫസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വാവ പോയത്. ഏട്ടനും ഞാനൊക്കെ കഴിച്ചിട്ടാണ് നമ്മളൊന്ന് വാവനെ കൊണ്ടാക്കാൻ പോയത്. പിന്നെ ഇവിടുത്തെ വെയിൽ കാരണം ഞാൻ വെയിൽ കഴിഞ്ഞൊരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ ടെറസിൽ പോയിട്ട് വാഷ് ചെയ്ത് കൊണ്ടുപോയിടാറ്. പക്ഷേ ഇന്നലെ ആ സമയത്തൊരു മഴ വന്നു. മഴ മീൻസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇനിയും പെയ്യുമോ എന്നുള്ളൊരു പേടിയോണ്ട് ഞാൻ അതിലിട്ടില്ല. അപ്പോൾ പിന്നെ രാത്രിയാണ് കൊണ്ടുപോയിട്ട്. അപ്പോൾ പിന്നെ രാത്രി കൊണ്ടുപോയിട്ടപ്പോൾ ഏട്ടൻ വന്ന് രാവിലെ തന്നെ എടുത്തോളുണ്ട്. അത്രയും വെയിലാണല്ലോ. അപ്പോൾ ചൂടിൽ ഡ്രസ്സൊക്കെ ഫെയ്ഡായി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം മോനെ ആക്കി വന്നതിന് ശേഷം എന്നാൽ പിന്നെ അവിടെ പോയി എടുത്തുതരാം വെച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. എന്നൊക്കെ മടക്കി വെക്കുക. ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. വാഷ് ചെയ്യാൻ നമുക്ക് വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതിയല്ലോ. പക്ഷെ മടക്കി വെക്കുക, ഡ്രസ്സ് മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഞാൻ 2 ദിവസമൊക്കെ അവിടെ ഇട്ടേക്കും. പിന്നെ ഇവിടെ അങ്ങനെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേഗം മടക്കി വെക്കുക, അലമാരയിൽ വെക്കുക. ഇങ്ങനെയാണ്. എന്നാലും ഞാൻ ഒരു ദിവസമൊക്കെ വെക്കും കേട്ടോ. പിന്നെ വാവൻ്റെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെക്കുക കേട്ടോ. എൻ്റെ ഡ്രസ്സ് വേറെ, വാവൻ്റെ ഡ്രസ്സ് വേറെ, ഏട്ടൻ്റെ ഡ്രസ്സ് വേറെ. വാവൻ്റെ പുതിയ യൂണിഫോമാണ് കേട്ടോ. അത് ഞാൻ യൂണിഫോം കിട്ടിയിട്ട് അത് വാഷ് ചെയ്തിട്ടാണ് ഇടാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം യെല്ലോ ആൻഡ് നേവി ബ്ലൂ. ഇത് ടീഷർട്ടാണ്. പിന്നെ ട്രൗസേഴ്സ് വരുന്ന നേവി ബ്ലൂ. അങ്ങനെ ഒരു മോന് ഇവിടെ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തോ ഒരു പോലെ കുറേ പണികളൊക്കെ ചെയ്യാം. എന്നാലും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഇതുപോലെ. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വരും, 1 മണിയാകുമ്പോഴേക്ക് വരും. ലേറ്റായി ചേർത്താൻ. ഇവിടെയും ഇവിടെയും ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളും ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പ്രീ സ്കൂളും വരുന്നത്. നമ്മൾ ഏതിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. വാവ പറഞ്ഞ ഇവിടെ തന്നെ പോയാൽ മതിയെന്ന്. വലിയ സ്കൂളൊക്കെ കണ്ടപ്പോൾ അവനൊരു ടെൻഷൻ, അല്ലെങ്കിൽ മടിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ച് LKG ഒന്നും അല്ലല്ലോ, PKG അല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ ഈ ചെറിയ സ്കൂളിൽ ചേർത്താമെന്ന് വിചാരിച്ചു. മറ്റേത് വലിയ സ്കൂളാണ്, +2 വരെയുള്ള സ്കൂളാണ്. PKG ഓൺവേർഡ്സ് ഇപ്പോൾ +2 വരെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവന് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ആ സ്കൂളിലേക്ക്. ആ സ്കൂളിനൊരു പേരിനൊരു പ്രത്യേകതയുണ്ട്. റയാൻ പബ്ലിക് സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. വാവൻ്റെ പേരും റിയാൻ തന്നെയാണ്. സെയിം, രണ്ടും ഒരേ പേര് തന്നെയാണ് കേട്ടോ. പിന്നെ അവൻ്റെ ക്ലാസ്സിലും അതേ പേരിലൊരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പേരിടാൻ കാരണം കുട്ടി ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ബേബി ഗേളിൻ്റെയും ബേബി ബോയിൻ്റെയും പേര് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്നുമില്ല, കുറേ പേരൊന്നുമില്ല, ഒരു പേര്, ഒരു ഗേളിൻ്റെ പേര്, ഒരു ബോയിൻ്റെ പേര്, ഒരു കൺഫ്യൂഷനും വേറെ വന്നിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ജനിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇടാം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ മീനിങ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മീനിങ് ഒക്കെ നോക്കിയത് തന്നെ നമ്മൾ ഗൂഗിളിൽ തന്നെയാണ് കേട്ടോ സെർച്ച് ചെയ്തിട്ട് നോക്കിയത്. അപ്പം റിയാൻ എന്നുള്ള പേര് എന്താ വെച്ചാൽ ഏട്ടൻ്റെ പേര് 6 വെച്ചിട്ടാണല്ലോ, റബിൽ എന്നാണല്ലോ. അപ്പോൾ 6 വെച്ചിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു. റിയാൻ റബിൽ എന്നാണ് ഇപ്പോൾ എൻ്റെ പേര്. പിന്നെ വീട്ടിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് വിളിക്കൊന്നുമില്ല.
അതുകൊണ്ടാണ് ഞാൻ വാ 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 എന്ന് പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി റയാൻ തന്നെ ആയിരിക്കും വിളിക്കുക, എന്താണെന്നറിയില്ല. അല്ലാതെ വീട്ടിൽ നിന്ന് വിളിക്കാൻ പ്രത്യേക ഒരു പേരൊന്നും ഇട്ടിട്ടില്ല. കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അങ്ങനെ വിളിക്കാൻ എന്തോ തോന്നിയില്ല. എന്താ വെച്ചാൽ ആ ഒരു പേര് വിളിക്കാൻ തോന്നിയില്ല. അപ്പോൾ കുഞ്ഞു വാവ വാവ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുമുത്ത്, ഞാൻ കുഞ്ഞുമുത്ത് കുഞ്ഞുമുത്ത് എന്നാ പറയുക. അങ്ങനെ എല്ലാവരും എല്ലാവരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ ഓരോരോ പേര് വിളിച്ച് അങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ക്ലോത്ത് മടക്കുന്നതിനെ കൊണ്ടാണ് ഒരു മടി തോന്നാത്തത്. ഞാൻ കുറേ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജപിച്ചു. പ്രീവിയസ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഡെയിലി റുട്ടീൻ പോലെയാണ് ജപം. അപ്പോൾ ജപിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു. ഇനി അതൊന്നും പ്രത്യേകിച്ച് ഇടാനൊന്നുമില്ലല്ലോ. പിന്നെയും ഫോണിൽ കളിച്ചിട്ട് എന്താ പറയുക, മടി. അപ്പം പിന്നെ ഞാൻ വെച്ചു ഇനിയിപ്പോൾ ഈ മുകളിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് തന്നു. ഭയങ്കര വെയിലിട്ടോ. അങ്ങനെ എന്നാൽ പിന്നെ അതങ്ങോട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഉച്ചക്കത്തേക്ക് വാവക്ക് ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ കൊടുക്കണം. സ്നാക്ക് ബോക്സിൽ വാട്ടർ ബോട്ടിലും സ്നാക്ക് ബോക്സൊക്കെ കൊണ്ടുപോകണം. അപ്പം ഞാനിങ്ങനെ എന്താണ് കൊടുക്കാന്നിങ്ങനെ വിചാരിച്ചു. അപ്പം പറഞ്ഞിരുന്നു ചപ്പാത്തിയും ചെറുപയർ കറിയും മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഓരോ കുട്ടികളത് കാണുമ്പോൾ എനിക്ക് അത് വേണം എന്നൊക്കെ പറയും. അപ്പോൾ വാവ പറയുന്ന പോലെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ വെറുതെ ബിസ്ക്കറ്റ് അത് ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. കഴിക്കുകയാണെങ്കിൽ നല്ലപോലെ കഴിച്ചോട്ടെ. എന്താ വെച്ചാൽ കഴിക്കാൻ നല്ല മടിയാണ്. അപ്പം അത് ഉള്ളത് പോലെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ആകുമ്പോൾ. അങ്ങനെയാണ് ഇവിടുത്തെ വെയിൽ. മഴ ഒക്കെ മഴക്കാലം ഇങ്ങനെ കണ്ടറിയാം എങ്ങനെയാണ് എപ്പോഴാന്നൊക്കെ ഉള്ളത്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാറ്റൽ മഴ ചാറിപ്പോകും. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. പണി ഇല്ലയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ളൂ. എന്താ വെച്ചാൽ ഉച്ചത്തേക്കുള്ള ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കി കഴിഞ്ഞു. മോർണിംഗ് തന്നെ ഉണ്ടാക്കി. ഇനി രാത്രിയിലേക്ക് ഏട്ടൻ വരുമ്പോഴത്തേക്ക് റെഡിയാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ഓരോ സമയം നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ വേറെ, ഉച്ചയ്ക്ക് വേറെ, വൈകുന്നേരം വേറെ, രാത്രി വേറെ. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ കഴിക്കാനുള്ള ആ സമയം കണക്കാക്കിയിട്ടേ ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല. അപ്പം ഇന്ന് ഞാൻ എന്താ ചോറൊക്കെ നേരത്തെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വാവക്ക് രാവിലെ പോകുമ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇല്ലെങ്കിൽ അത് ഞാൻ ഉച്ച ആകുമ്പോഴേക്കൊക്കെ റെഡിയാക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ജോലി, സ്കൂൾ, കോളേജ്, അത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകുന്ന, അതുകൊണ്ട് അച്ഛനും ഒക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിലെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഏർലി മോർണിംഗ് ആവും. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെയായിരുന്നു ഞാനും പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മടിയാവും. അപ്പം വിചാരിക്കാം ഉച്ചയാകുമ്പോഴേക്കും റെഡിയാക്കാമല്ലോ. ഏട്ടൻ്റെ വീട്ടിൽ എന്താ വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കും റെഡിയാക്കുള്ളൂ. ഒരു 11:30 12 മണിക്കാകുമ്പോഴേ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പോവുള്ളൂ. അപ്പം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്താ വെച്ചാൽ രാവിലെ തന്നെ ഈ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ മാക്സിമം അങ്ങനെ തന്നെ ട്രൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഫ്രീ ആവുമ്പോൾ ആണ് കേട്ടോ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് അങ്ങനെയാണ് പിന്നെ യൂട്യൂബിൽ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ കുറേ സമയമൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ എടുക്കുന്നത് ഞാൻ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ടായിരിക്കും. പക്ഷെ അതിനുള്ള സാഹചര്യം ഒത്തു വരാറില്ല. അപ്പോൾ ഒരു കണ്ടന്റ് പ്രിപ്പറേഷന് പറ്റൂല.
അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് ഒരു തീമൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റൂല. ഒന്നും കഴിയാതെ പിന്നെ ഒക്കെ ഇതാ പാവതാളത്തിലായി കിടക്കുന്ന പോലെയാണ്. അപ്പം ഞാൻ ഇതാ വർത്താനം പറഞ്ഞ് എന്തായാലും ഡ്രസ്സൊക്കെ മടക്കി വെക്കൽ കഴിഞ്ഞിട്ടോ, അതുകൊണ്ട് സമാധാനം. ഇനി പ്രത്യേകിച്ച് ഇനിയൊക്കെ അളമാരിയിലേക്ക് എടുത്ത് വയ്ക്കാം. ഇവിടെയൊക്കെ കുറേ കലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇല്ലെങ്കിലേ ഈ അലമാരിയിൽ ഞാൻ തുറക്കുമ്പോഴേക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് വന്ന് ഇതിൻ്റെ ഉള്ളിൽ പറ്റി വിളിച്ച് കയറാൻ നിൽക്കും. ചെറുപ്പം മുതലേ വെച്ചാൽ കുഞ്ഞുകുട്ടിയാകുമ്പോഴേ നമുക്ക് തുറന്ന് കിടക്കുമ്പോൾ ഇത് നല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇപ്പോഴായിരുന്നു. വീട്ടിലൊക്കെ അളമാരിയൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക, ഇതൊക്കെയാണ് പരിപാടി. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ സെറ്റിങ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ, ഒന്ന് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ വാവില്ലാത്തപ്പോഴോ ഉറങ്ങുമ്പോഴോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തോട്ടിൽ വെക്കൂല എന്ന് പറഞ്ഞ മാതിരത്തെ അവസ്ഥയിൽ ഒക്കെ റെഡിയാക്കി വെക്കും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അലങ്കോലാവും. കൈ വേദനയാണ്. ഇതാണ് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും നല്ല പെയിന് വരും. കൈ എന്താ പറയുക, കടച്ചിലെടുക്കാന്നൊക്കെ പറയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വേദന വന്നു പോവാം. കൂടുതൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ, ആരോട് പറയാനാ. എല്ലാവരും അവനവൻ തന്നെ അനുഭവിക്കുക. ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലാക്കിയിട്ട് എന്തിനാ, അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ലല്ലോ. മനസ്സിലാക്കണ്ട, പക്ഷെ കുറ്റപ്പെടുത്താതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. കുറ്റപ്പെടുത്തലുകളുടെ ലോകത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് ഒഴിവാക്കാം, ഇതൊഴിവാക്കാം. ഇതിൻ്റെ ഇഞ്ചക്ഷൻ്റെ ഇതാണ്, ഇഞ്ചക്ഷനെ കുറിച്ചിട്ടുള്ള മെഡിക്കേഷൻ ഗൈഡാണത്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതല്ല, പക്ഷെ പേടി കാരണം ചെയ്യാറില്ല. പോയിട്ട് ചെയ്യാറുള്ളൂ. അപ്പം ഇതിൽ ഒഴിവാക്കുന്ന ഞാൻ അവിടെ ഇങ്ങനെ അതൊക്കെ ഒന്ന് അടുക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2 വിസിറ്റിംഗ് കാർഡാണ്. എന്താ പറഞ്ഞുതരാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇത് ഒരു വീവിങ് ഹോൾസെയിൽ സിൽക്ക് സാരീസിൻ്റെ കാഞ്ചീപുരം, ഞാൻ പറഞ്ഞല്ലോ കാഞ്ചീപുരത്താണെന്നുള്ള, അപ്പോൾ കാഞ്ചീപുരത്തുള്ള വീവിങ് ഹോൾസെയിൽ സിൽക്ക് സാരീസിൻ്റെ ഒരു കാർഡാണ്. നമ്മൾ നാളെ കാഞ്ചീപുരം ടെമ്പിളിൽ പോയല്ലോ, അപ്പോൾ അവിടെ പോയാൽ ഇങ്ങനെ ഇതുപോലെ കുറേ ഏജൻറ്റുമാരെ കാണാം. അപ്പോൾ അവർ 2 പേര് കണ്ടിരുന്നു, അവർ തന്നതാണ്. ഇതിൽ അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവരെ ഈ കാർഡിലുള്ളത് കോട്ടൺ സാരീസ്, ഗിഫ്റ്റ് സാരി, ഫാൻസി സാരി ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞത് 500 ഓൺവേർഡ്സ് ഉണ്ട് എന്നാണ്. പിന്നെ എന്താ പറയുക, മാരേജിനൊക്കെ പറ്റിയ എല്ലാ മാരേജ് ഫങ്ഷനൊക്കെ ബൾക്കായിട്ട് എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും ഒരു ഇതിൻ്റെ പേരെന്താ, കാഞ്ചി ജയ ജ്യോതി സിൽക്സ്. ഇത് കാഞ്ചീപുരം ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോറൂമാണ്. അപ്പം അവർ തന്ന കാർഡാണ്. ഇതിലൊക്കെ എന്താ നാച്ചുറൽ സിൽക്ക് മാർക്കാണ് ഈ കാണുന്നത്. അപ്പം ഇത് ഒക്കെ അവർ തന്നതാണ്. അപ്പം ഇനി നമ്മൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ വിവോസിനെയോ അല്ലെങ്കിൽ ഏജൻറ്റുമാരെയാണ് നമ്മൾ കാണുക ഫസ്റ്റ്. അപ്പം അവരൊക്കെ നമ്മൾ ഗൈഡ് ചെയ്തോളും. അപ്പം ആർക്കെങ്കിലും
ഇവിടെ വന്നൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരണം എന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ ഞാനിതിലെ നമ്പർ ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊരു പ്രൊമോഷനൊന്നല്ല കേട്ടോ. അവർ തന്നപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ വേണ്ടിയിട്ട് എടുത്തു വെച്ച കാർഡ് അവർ തന്നു, ഞാനത് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ സാരി ഒന്നും എടുക്കാറില്ല. പിന്നെ ഫങ്ഷൻ മാരേജ് കഴിഞ്ഞതിന് ശേഷം തന്നെ നല്ലൊരു ഫങ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഒരു ഫങ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഓരോ കാരണം കൊണ്ട്. പിന്നെ പൊതുവേ സാരി വെയർ ചെയ്യാത്ത ഒരാളാണ്. അപ്പം ആകെ എണ്ണപ്പെട്ട സാരികൾ മാത്രമേ ഉള്ളൂ. അതന്നെ ഞാൻ ഒന്ന് കല്യാണ സാരിയാണ്, കല്യാണ സാരി കല്യാണത്തിനടുത്ത് അവിടെ വെച്ചു. പിന്നെ റിസപ്ഷനിലുള്ളതാണ്, അത് അവിടെ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ വീട്ടിലത്തെ റിസപ്ഷനിലുള്ളതാണ്, അതും അവിടെ അന്നും എടുത്ത് അവിടെ വെച്ചു. പിന്നെ ഒരു വേറൊരു എക്സ്ട്രാ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സാരി ഉണ്ടായിരുന്നു, അതും ആ വീട്ടിലേക്ക് വരുന്ന ദിവസം എടുത്ത് അവിടെ വെച്ചു. പിന്നെ ഒരു എക്സ്ട്രാ ഒന്ന് വാങ്ങി, അതൊരു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് കേട്ടോ. നമ്മൾ നമ്മൾ സൽക്കരിക്കാനുള്ള ഫംഗ്ഷനല്ല, അവിടെ ഉള്ളൊരു. അപ്പോൾ അവിടെ പോകാൻ ആ സാരി എടുത്തു. ഇത്രയും സാരി മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ രണ്ട് സാരി കസിൻസ് അവരുടെ മാരേജിന് വേണ്ടി വാങ്ങി തന്നിരുന്നു. അപ്പോൾ അവരുടെ മാരേജിന് കൂടാൻ പറ്റിയിട്ടില്ല. സാരി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിപ്പോൾ ലാസ്റ്റ് ഞാനൊരു മാരേജിന് ഞാൻ ആ സാരിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഫോട്ടോയിൽ കൊടുക്കട്ടോ. സാരി ഉടുക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് അപ്പോൾ അന്ന് പോകുമ്പോൾ തന്നെ അലങ്കോലാക്കിയിട്ടൊക്കെയാണ് എടുത്തു പോയത്. ഇത്രയും സാരി കളക്ഷൻ മാത്രമേ ഉള്ളൂ. സാരിനോട് ക്രേസ് ഉണ്ടോയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സാരി എനിക്കിഷ്ടമാണ്, പക്ഷെ എനിക്ക് വെയർ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. ആദ്യമായിട്ട് സാരി വെയർ ചെയ്യുന്ന തന്നെ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ് കേട്ടോ സാരി ഫസ്റ്റ് ടൈം വെയർ ചെയ്യുന്നത്. ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ സാരീസ് ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ എവിടെയും ഫങ്ഷൻ, ഞാൻ പറഞ്ഞല്ലോ ഫങ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം ഉള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമായില്ല. ഇപ്പം ഇവിടുന്ന് ഈ സാരികളൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴേ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കട്ടെ. അങ്ങനെ ഇനിയിപ്പം സമയം ഇപ്പം എത്രയെന്നറിയോ? 12:15. ഒരു 12:45 ഒക്കെ ആകുമ്പം ഇവിടുന്ന് മെല്ലെ ഇറങ്ങണം, വാവനെ കൂട്ടാൻ വേണ്ടിയിട്ട്. വാവനെ കൂട്ടാൻ പോകാൻ കുറച്ചും കൂടി സമയമുണ്ട്. അപ്പം ഒരു പപ്പായൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പപ്പായ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ, ഞാൻ കഴിക്കാറേ ഇല്ല. ശരിക്കും നല്ല ഹെൽത്തിന് നല്ലതാണെന്ന് പറയുമല്ലോ, അതുകൊണ്ട് വല്ലപ്പോഴും വാങ്ങി കഴിക്കുക. എനിക്ക് പപ്പായ ഒട്ടും ഇഷ്ടമല്ല. ശരിക്കും പപ്പായ ജ്യൂസ് കഴിക്കുക, പപ്പായ പച്ച പപ്പായ ആണെങ്കിലും പഴുത്ത പപ്പായ ആണെങ്കിലും ഒക്കെ നല്ല ഹെൽത്തി ആണെന്നറിയാം, പക്ഷെ ഇഷ്ടമല്ല. എന്നാലും ഞാൻ കഴിക്കുകയാണ് കേട്ടോ. വലിയ മധുരമൊന്നുമില്ല, ലൈറ്റ് തീരെ പറ്റില്ല, നല്ല തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലൈറ്റ് ഓഫാക്കി കർട്ടനൊക്കെ ഇട്ടിട്ട് ആണ് ഇവിടെ ഇരിക്കുക. തീരെ പറ്റില്ല. പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഗ്ലാസ് ഇട്ടിട്ടേ പോവുള്ളൂ. ചിലർ വിചാരിക്കും ഞാൻ ഏത് നേരം നോക്കിയാലും ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റൈലാക്കാൻ പോവാമെന്ന്. പക്ഷേ ഗ്ലാസ് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാറില്ല. ഇപ്പം അതുപോലെ തന്നെ നൈറ്റിലാണെങ്കിലും ഈ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഈ വണ്ടിയിലെ വെഹിക്കിൾസിലെ ലൈറ്റൊക്കെ അടിക്കല്ലോ, അപ്പോൾ അതൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇപ്പം ഒരു ഡേ നൈറ്റ് ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്, അതാകുമ്പോൾ പിന്നെ രാത്രിയും പകലൊക്കെ ഒരേപോലെ ഇടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കി കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ, ഫോണിലൊക്കെ നോക്കിയിരിക്കട്ടെ.
ഞാന് വാവനെ കൂട്ടാൻ വേണ്ടി പോവാണ്. നല്ല വെയിലാണ്, എങ്ങനെ പോവും ഒരു ഐഡിയ ഇല്ല. ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട്. അപ്പൊ വെയില് ഇങ്ങനെ താണും പൊന്തി കളിക്കുന്ന പോലെയാണ്. പിന്നെ കുറച്ചങ്ങോട്ട് നടന്ന് പോവാനുണ്ട്. വണ്ടി ഇവിടെ വെക്കണോ ചോദിച്ചിരുന്നു, ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നടന്നു പോട്ടെ. കുറച്ചൊരു ഭാഗ്യമുണ്ട് തോന്നുന്നുണ്ട്, ചെറിയൊരു വെയിലിൻ്റെ ശമനം, മഴക്കാറ് പോലെ. അപ്പം അതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അരളിച്ചെടിക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയാലൊക്കെ അങ്ങനെ കുറേ കാണാം. അതുപോലെ അവിടെ എരിക്ക് അറിയാലോ, അതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ കാണാം. പിന്നെ ഏതാ നമ്മളെ ആര്യവേപ്പ്, ഇതും നിറയെ ഉണ്ട്. ആര്യവേപ്പിൻ്റെ മരം ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കണിക്കൊന്ന ഇല്ലേ, കൊന്നമരം, ഇതിൽ നിറയെ കണിക്കൊന്ന ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ റീസെന്റ് വരെ ഉണ്ടായിരുന്നു, ഇപ്പം കഴിഞ്ഞ് അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വാവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ, ഈ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ടൗൺഷിപ്പാണ്, പ്രൈവറ്റ് ടൗൺഷിപ്പാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്കൂൾ. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ റയാൻ ഇൻ്റർനാഷണൽ സ്കൂൾ. ആ റെഡ് കളർ കാണുന്നില്ലേ, അത്. അപ്പം അതിൻ്റെ ഇപ്പുറത്തേക്കാണ് റയാൻ വാവൻ്റെ സ്കൂൾ വരുന്നത്, പ്രീ സ്കൂൾ വരുന്നത്. ഇവിടെ എത്തി. എത്രയാണ്, 12:50 ഉള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, 1 മണി വരെ വെയിറ്റ് കാണുന്നുണ്ടോ. റിയാൻ ഇൻ്റർനാഷണൽ സ്കൂൾ, അതിൻ്റെ എന്താ പറയുക, വാവൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്ങും ഇതിൻ്റെ സ്പെല്ലിങ്ങും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് RYAN ആണ് റിയാൻ. വാവൻ്റെത് REYAN ആണ് റിയാൻ. റിയാൻ അങ്ങനെയാണ്. പണ്ടായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. എന്താണ് ടീച്ചറോട് പറയും, ടീച്ചറോട് പറഞ്ഞിട്ട് വരൂ. സ്കൂളിൽ പോയോ വാവ? സ്കൂളിൽ പോയി പറയൂ. സ്കൂളിൽ പോയി. നമുക്ക് വീട്ടിലേക്ക് പോവാ അല്ലേ? മമ്മമ്മ കഴിച്ചോ വാവ? മമ്മമ്മ കഴിച്ചോ? ലിഫ്റ്റില് പോണോ, ഇതില് പോണോ? മമ്മമ്മ കഴിച്ചില്ല, അതെന്തേ? വയറ് നിറഞ്ഞോ? വയറ് നിറയാൻ എന്താ വാവ കഴിച്ചത്? ഏ അമ്മ തന്ന ചപ്പാത്തി കഴിച്ചോ? അത് ഫുള്ള് കഴിച്ചോ വാവ? ഏ 2 കഴിച്ചുള്ളൂ, അതെന്തേ? ഇല്ല, അമ്മ നടന്നു വന്ന്. എങ്ങനെയെന്നോ, അമ്മ നടന്നു വന്ന്. വാവ നടക്കൂലേ? നാളെ നമുക്ക് സൈക്കിളിൽ വരാം കേട്ടാ. ഇപ്പം വാവ നടന്ന് പോവില്ലേ? അയ്യോ, വാവ ഓടി. ഇപ്പൊ നല്ല വെയിലുണ്ടല്ലോ വാവ. ക്യാപ്പ് ഇടാം നമ്മള്. വാവ ക്യാപ്പൊക്കെ ഇട്ട് ഗുഡ് ബോയ്. നോക്കട്ടെ, ഇവിടെ നോക്കി.
വാവ തൽക്കാലം ഈ ബോട്ടിലാ കൊണ്ടുപോയത്. അപ്പം വാവക്ക് പുതിയ ബോട്ടിൽ വാങ്ങിയല്ലോ. വീട്ടിലുണ്ട്. ബാറ്റ്മാൻ. ആ, അത് കുടിക്ക്, വെള്ളം കുടിക്ക്. അതിന് സൈലൻസർ ഇല്ല. അത് ഇലക്ട്രിക് വെഹിക്കിളാ. അത് ഇലക്ട്രിക് ആണ്. അത് ഏതറല്ല, അത് ചേതക്ക. ചച്ചക്ക് ഏതറ്. നടക്ക്, നമ്മള് പോവാ. മെല്ലെ മെല്ലെ. വാവേ അമ്മക്കൂടി എവിടെയാ പോന്നേ? വീട്ടില്. ഓടണ്ട ഓടണ്ട, അയ്യോ വാവ ഓടി പോവാ. വണ്ടി വരുവേ, ഓടണ്ട. ഒരു പ്രാവ്, ഒരു പ്രാവ് പ്രാവ് പ്രാവ്. പോയോക്ക്. വാവക്ക് സർപ്രൈസ് വേണം. നമ്മൾ വന്ന് ക്ഷീണിച്ചില്ല വാവേ. വാവ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ്റെ കാണിച്ചു കൊടുക്ക്. ഞാൻ അവിടുന്ന് പറഞ്ഞോ പുതിയ വാട്ടർ ബോട്ടിൽ ഉണ്ട് പറഞ്ഞപ്പോ തന്നെ വാവ ബാറ്റ്മാൻ ആണോ എന്നാ ചോദിച്ചേ. ഇന്നലെ വാങ്ങിയ സ്പൈഡർമാൻ ഡാമേജ് ആയിപ്പോയിരുന്നു. അപ്പം അതിന്ന് മോർണിംഗ് തന്നെ പോയി മാറ്റി കൊടുത്ത് അങ്ങനെ വാങ്ങിച്ചത്. അത് എന്തത്? ബാറ്റ്മാൻ. നോക്കട്ടെ എന്തൊക്കെയോ ബാഗില്. ടീച്ചർ എന്താ തന്നത് വാവക്ക്? ബാഗില് വാവ ആദ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ടില്ല, ബാക്കിയാക്കിയിട്ടുണ്ട്. വാവ ബാക്കിയാക്കി. ഇത് വാവക്ക് ഇന്ന് എന്താ സ്ട്രോക്ക് ബുക്ക്, നേച്ചർ സ്ട്രോക്ക് ബുക്ക്. ഇതൊന്ന് വാവക്ക് അവിടുന്ന് കൊടുത്തതാലേ. ക്രയോൺ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ചോക്ലേറ്റ് ഉണ്ട്, മഞ്ച്. വാവക്ക് ഒരു പെയർ ഡ്രസ്സ് ഡെയിലി കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിടുക. ഡ്രസ്സൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഇന്ന് തന്നെ ഇതാ വാവ ഇതിലിതാ സ്റ്റാൻഡിങ് ലൈൻസ്, വേർട്ടിക്കൽ സ്ട്രോക്ക് ഒക്കെ വാവ ചെയ്ത് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. സ്ലീപ്പിംഗ് ലൈൻസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാവ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാവക്ക് സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇത്രയൊക്കെ ചെയ്തോ? ഫോർവേഡ് സ്ട്രോക്ക് ചെയ്തിട്ടുണ്ട്. അതില് വരയ്ക്കണോ? അപ്പൊ ഇതിൽ ടീച്ചർ വാവക്ക് വരയ്ക്കാൻ വേറെ ബുക്സ് ഇത്രയേ ഉള്ളൂ ചെയ്തത്. അപ്പം ഈ ബുക്കില് വാവ ചെയ്യണ്ട. വാവക്ക് വേറെ വീട്ടിൽ നിന്ന് വരയ്ക്കാൻ വേറെ ബുക്ക് അച്ഛൻ വാങ്ങി തരും കേട്ടോ. അപ്പൊ ഇനി വാവ നമുക്ക് വാവനൊന്ന് അടിപൊളി ക്രയോൺസ് കാണിച്ചു കൊടുക്കുക. വാവന്റെ ക്രയോൺസ് അവന്റെ സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് അല്ലേ. അയ്യോ വാവക്ക് പിന്നെയും വാവന്റെ വാട്ടർ ബോട്ടിൽ കണ്ടിട്ടേ ഭയങ്കര ഇഷ്ടം. അമ്മ വെള്ളം നിറച്ച് തരാം, വാവക്ക് ഫുഡ് കൊടുക്കണം അല്ലേ വാവേ? വാവന് ആദ്യം ഒന്ന്
വാവക്ക് ഡ്രസ്സൊക്കെ മാറ്റിത്തരാം അമ്മ. ഡ്രസ്സ് മാറ്റണം, ഫ്രഷ് ആവണം അല്ലേ? പിന്നെ നട്ടുച്ചക്ക് കുളിക്കണ്ട, കുളിച്ചിട്ടാ വാവ പോയത്. ഇനി വെറുതെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മതി. എന്നിട്ട് വാവന്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാവക്ക് മമ്മമ്മ കൊടുക്കണം. എനിക്ക് മമ്മമ്മ കഴിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ. ഓ അങ്ങനെ തുറക്കുക. പിന്നെ ഇങ്ങനെ മൂടി വെച്ചിട്ട് പ്രസ് ചെയ്. ഓക്കെ ഓക്കെ ഓക്കെ. നീ ബൈ പറയൂ. See you. Bye.